സാറ് കഴിഞ്ഞ ദേശാഭിമാനിയിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടായിരുന്നു. വർഗീയതയ്ക്ക് വളമിടുന്ന ലീഗ്. ഒരു 2 മാസം മുമ്പ് നവംബറിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോഴും മുസ്ലിം ലീഗ് എന്ന പാർട്ടി വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു വിശ്വാസം സാർക്ക് ഇപ്പോഴും ഉണ്ടോ? എഡിറ്റോറിയൽ പേജിലാണ് എൻ്റെ ലേഖനം വന്നത്. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു മതേതര സ്വഭാവത്തോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുമാണ്. എന്നാൽ സമീപകാലത്തായി വലിയ വർഗീയ ധ്രുവീകരണം എല്ലാ മത വിശ്വാസികളുടെ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു മതവിശ്വാസികളുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അനുരണനം എന്നോണം മുസ്ലിങ്ങളുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ മേഖലയിലും ഒരു അകൽച്ചയും വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാ രംഗത്തും ഉണ്ടായതിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ ലീഗും അല്പസ്വല്പമൊക്കെ ഇതൊക്കെ ഒന്ന് തൊട്ടുകൂട്ടിയാൽ തരക്കേടില്ല. കാരണം അധ്വാനിക്കാതെ നമുക്ക് ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മതം എന്ന് പറയുന്നത്. കാരണം BJP ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ച്, ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച്, അവരുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിനെക്കുറിച്ച്, അവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല. ഒന്നും. അവരെപ്പോഴും പറയാറുള്ളത് രാമക്ഷേത്രം, അത് കഴിഞ്ഞ് വേറെ ക്ഷേത്രങ്ങൾ, വേറെ ആരാധനാലയങ്ങൾ പൊളിച്ച് മറ്റു ക്ഷേത്രങ്ങൾ. ഇപ്പം രാമന് ക്ഷേത്രമായി, ഇനി സീതാദേവിക്ക് വേണ്ട ഒരു ക്ഷേത്രം, മറ്റുള്ള ദൈവങ്ങൾക്ക് വേണ്ട ക്ഷേത്രങ്ങൾ, ആ നിലയിലാണ് പോകുന്നത്. മുസ്ലിം ലീഗ് മുമ്പൊക്കെ പൊതുകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ പുതിയ കാലത്ത് BJP വളരെ നിഷ്പ്രയാസം മതവികാരത്തിന് തീ കൊളുത്തി യാതൊരു അധ്വാനവും ഇല്ലാതെ വളരുന്നു എന്ന് കണ്ടപ്പോൾ, എന്നാൽ അതിൻ്റെ ഒരു പരീക്ഷണം മുസ്ലിം സമുദായത്തിലും നടത്താമെന്ന് ലീഗിലെ ചിലർ ഉദ്ദേശിച്ചിരിക്കണം. കാരണം വലിയ മുടക്കൊന്നുമില്ല, ഒരു പണിയെടുക്കണ്ട. പൊതുജനങ്ങളുടെ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒരു പ്രക്ഷോഭത്തിന് സാധാരണഗതിയിൽ ഇറങ്ങാറില്ല. ഇപ്പം ലീഗ് ഇപ്പോൾ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭം എന്ന് പറയുന്നത്, ഒന്ന് വഖഫ് ബോർഡിലെ ജീവനക്കാരെ PSC വഴി നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരുന്നിരുന്നു. അതിനെതിരാണ്. അപ്പോൾ അത് വഖഫ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ റിലിജിയസ് ആയിട്ടുള്ള മതപരമായ ഒരു രംഗത്ത് നിൽക്കും. രണ്ടാമത്തേത് പാലസ്തീൻ ഇഷ്യൂ. അതിൽ മതമുണ്ടെങ്കിലും ശരി, പൊതു സമൂഹം ഏറ്റെടുക്കേണ്ട കാര്യമാണത്. എന്നാൽ പോലും ലീഗ് സ്വന്തമായിട്ടത് നടത്തുന്നതിന് പകരം മറ്റുള്ള എല്ലാവരെയും വിളിച്ച് അവരെയും കൂടി പങ്കെടുപ്പിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയൊക്കെ നടത്തിയിരുന്നു എങ്കിൽ ഇതിനേക്കാളും ഇഫക്റ്റീവ് ആകുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ലീഗ് പതിപ്പിക്കുന്നു. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യം പരിഹരിക്കുന്നതിനെക്കുറിച്ചിട്ട് ഒരു വലിയ പ്രക്ഷോഭം, ഇവിടുത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമരം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എപ്പോഴും ഒരു സമുദായത്തിൻ്റെ വൈകാരികമായ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ലീഗ് എന്ത് പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിലും നടത്താറുള്ളത്. ലീഗിൻ്റെ പൊതുയോഗങ്ങളിൽ പലപ്പോഴും വിളിക്കപ്പെടുന്ന മുദ്രാവാക്യം ബോലോ തക്ബീർ അല്ലാഹു അക്ബർ. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗിൻ്റെ
യോഗങ്ങളിൽ വിളിക്കാൻ പാടില്ല. ഒരു മതസംഘടനയായിരുന്നു ലീഗെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആവാം. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഉള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ BJP എന്താണോ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് സമാനമായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇത് ഇനി കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. കാരണം എളുപ്പം ആളുകളെ സംഘടിപ്പിക്കാൻ, വലിയ മെനക്കെടില്ലാതെ ജനങ്ങളെ കൂട്ടാൻ, അവരുടെ മതവികാരത്തിന് തീ കൊളുത്തിയാൽ മതി എന്നുള്ള ഒരു ബോധ്യം അത്തരം മേഖലകളുമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും ഉണ്ടായിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിനെയും പിടികൂടിയിട്ടുണ്ട്.